സിന്ദൂർ ഓപ്പറേഷൻ ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ ശ്രദ്ധിച്ച ഒരു ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റു പല രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടത്തുന്നു. ശശി തരൂർ എന്ന് പറയുന്ന എം നമ്മൾ അതിനായിട്ട് സെലക്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന് അതിൽ വലിയ അഭിമാനമുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കോൺഗ്രസ്സുകാർ എങ്ങനെ അതിനോട് യോജിക്കും? അല്ല, കോൺഗ്രസ് അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് വെച്ചാൽ സ്വയം വിനാശകരമായൊരു തീരുമാനമാണ്. അതായത് രാജ്യത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു അന്തരീക്ഷം എടുത്ത് നോക്കുക. രാജ്യത്തെ ഒന്നടങ്കം ഇന്ത്യയിലെ കോൺഗ്രസ്സിന് പോലും സമ്മതിക്കേണ്ടി വന്നൊരു സംഗതിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള തുടക്കം മുതൽ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിന് ശേഷം ഉണ്ടായ എല്ലാ സംഭവങ്ങളും വെൽ പ്ലാൻഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ്, ഒരു സംശയമില്ല. മാത്രമല്ല ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധം എന്തും ഈ വിനാശകരമായ സംഭവം ഉണ്ടാകുന്നത് സന്തോഷകരമായ കാര്യമല്ല. പക്ഷെ ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്നതിനകത്ത് ഒരുപാട് ടേക്ക് അവേസ്, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഒരു പുതിയ നോർമലിലേക്ക്, ഇപ്പം പ്രധാനമന്ത്രിയുടെ ഭാഷ പറഞ്ഞ ഒരു ന്യൂ നോർമലിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഏറ്റവും, എനിക്ക് തോന്നുന്നില്ല സമീപകാല ചരിത്രത്തിലൊന്നും ഇത്രയും അധികം സങ്കുചിതമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിശയം തോന്നുന്നത്. ഒന്നാമത് രാജ്യവികാരം മുഴുവൻ ഈ ഒരു സംഭവത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ഇതിന് വളരെ വ്യക്തമായ മറുപടി നൽകി എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടിയായിരുന്നു. കാര്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് പോകാനായിട്ട് ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു. പാകിസ്ഥാന് ഒരു മെസ്സേജ്, ഒരു സന്ദേശം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. ഇനി ഭീകരവാദവുമായിട്ട് കാശ്മീരിലേക്കോ ഇന്ത്യയിലേക്കോ വന്നു കഴിഞ്ഞാൽ അതിനെ ആക്ട് ഓഫ് വാർ ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞേക്കും, യുദ്ധമായിട്ട് കണക്കാക്കി മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മെസ്സേജ്, അപ്പോൾ അതാ പറഞ്ഞൊരു പുതിയ നോർമലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രാജ്യം മുഴുവൻ അതിനോട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു യുദ്ധത്തിലേക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം അല്ലെങ്കിൽ രാജ്യരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് രാജ്യത്തെ ജനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ശബ്ദം അത് രാജ്യത്തിൻ്റെ ശബ്ദമായിരിക്കണം. ആ രാജ്യത്തിൻ്റെ ശബ്ദം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും അതിന് ശേഷവും ഇന്ത്യക്കകത്തും ലോകത്തിന് പുറത്തും കേൾപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ. അത് സംശയമില്ലാത്ത കാര്യമാണ്. മാത്രവുമല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ, വെസ്റ്റേൺ മീഡിയ, അതേപോലെ തന്നെ അമേരിക്ക, ഇവരെല്ലാം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് പാകിസ്ഥാൻ കൊടുക്കുന്ന വാർത്തകൾ പാകിസ്ഥാൻ്റെ പബ്ലിക് റിലേഷൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് കണ്ടത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് മുകളിൽ ഒരു മേൽക്കൈ നേടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടിലാണ് പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ 5 പ്ലെയിനുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ട്. സാർ, അതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഇപ്പം ശരിക്കും നമ്മൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത അനുസരിച്ച് എന്ന് പറയുന്നത് ഈ വാഷിങ്ടൺ പോസ്റ്റ് അല്ലെങ്കിൽ അൽ ജസീറ തുടങ്ങിയവയൊക്കെ തന്നെ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും മറ്റു രാജ്യങ്ങൾ അതിൽ നിന്ന് സാധനങ്ങൾ ചുരണ്ടിയെടുത്ത് അല്ലെ അവരെ വിശ്വസിച്ച് വാർത്ത കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പുറത്തേക്ക് വന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ തെളിവായിട്ട് ഹാജരിച്ചത്. അതായത് അറ്റാക്കിന് മുമ്പ് ഇതായിരുന്നു പാകിസ്ഥാനിലെ അവസ്ഥ, അറ്റാക്കിന് ശേഷം ഇതാണ്. എയർബേസുകൾ 1, 2, 3 എണ്ണി നമ്മളത് കാണിച്ചു. അപ്പോൾ മാത്രമല്ലേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വിശ്വസിച്ച് തുടങ്ങിയത്. അതാണ് അതുവരെ അപ്പോഴും അവർ പറഞ്ഞതുപോലെ ഇത് മാനിപ്പുലേറ്റഡ് ആണ്, അപ്പോഴും പാകിസ്ഥാൻ്റെ പ്രചരണം നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കുലേഷൻ പോലും ഓരോരുത്തർ കണ്ടുപഠിക്കേണ്ടതാണ്, എങ്ങനെയാണ് ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടതെന്നുള്ളത്. ശശി തരൂരിൻ്റെ വളരെ വിദഗ്ധമായിട്ട് ഈ മെസ്സേജ്, ഇന്ത്യയുടെ മെസ്സേജ് മാത്രവുമല്ല, ഇന്ത്യയുടെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ഡിഫറൻസസ് ഉണ്ട്, BJP ഗവൺമെൻറ്റും പ്രധാനമന്ത്രി മോദിയുമായിട്ടൊക്കെ ഡൊമസ്റ്റിക് ഡിഫറൻസസ് ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾ അകത്ത് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ വിഷയമാണ്, ഇതാണ് ഈ രാജ്യത്തിൻ്റെ നിലപാട് എന്നും പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് മുമ്പോട്ട് വയ്ക്കുകയും, മാത്രവുമല്ല ഇപ്പോൾ അൽ അറേബ്യ, അൽ ജസീറ ഇവരൊക്കെ ഈ ഇന്ത്യയിലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അഭിപ്രായം തേടിയതും എല്ലാ വിദേശ മാധ്യമങ്ങളും തേടിയത് ഡോക്ടർ ശശി തരൂരിലൂടെയാണ്. യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യ മാധ്യമ ലോകവും അതോടൊപ്പം അമേരിക്കയും അതിന് റീസൺസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ യൂറോപ്പും അമേരിക്കയും എല്ലാം റഷ്യ ഉക്രൈൻ വാറിൽ ഉക്രൈൻ്റെ കൂടെയാണ്. റഷ്യ ആ സമയത്താണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്, മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ മാത്രമല്ല അമേരിക്കയ്ക്ക് അവരുടെ ട്രംപിൻ്റെതായ താല്പര്യങ്ങളുമുണ്ട്. കാര്യം ട്രംപ് ഈ പഹൽഗാം ആക്രമണത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
രണ്ട് ആൺമക്കൾക്കും മരുമകനും ഷെയറുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്നൊരു കോർപ്പറേഷൻ, ഈ ക്രിപ്റ്റോ കോയിൻസിൻ്റെ ആ കമ്പനിയുടെ ഏഷ്യയിലെ ഹബ്ബായിട്ട് പാകിസ്ഥാനെ നിശ്ചയിച്ചുകൊണ്ട് പാകിസ്ഥാനായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അതാണ് ട്രംപിൻ്റെ സ്വരത്തിലും അല്ലെങ്കിൽ നിലപാടിലും വന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ യഥാർത്ഥ പിക്ചർ, ഇന്ത്യ യുദ്ധം നടത്തുന്നത് പാകിസ്ഥാനുമായിട്ടല്ല, ഭീകരതയ്ക്കെതിരെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാത്ത രാഷ്ട്രങ്ങൾ എങ്ങുമില്ല. അപ്പോൾ ആ ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ യുദ്ധം നടത്തുന്നത്. ഇത് യുദ്ധമല്ല, മറിച്ച് നോൺ എസ്കലേറ്ററി ആയിട്ടുള്ളത്, അതായത് അവർക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഗതിയാണ്. അതെപ്പോഴും നോൺ എസ്കലേറ്ററി എന്നുള്ള, അതായത് യുദ്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതല്ല. അവരടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, പ്രൊപ്പോർഷനേറ്റ് ആണ്. അവരടിക്കുകയാണെങ്കിൽ തിരിച്ച് ശക്തമായിട്ട് അടിക്കും. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കൃത്യമായ മെസ്സേജ് ക്ലാരിറ്റിയോടുകൂടി ലോകത്തെ മുഴുവൻ അറിയിച്ചത് ഡോക്ടർ ശശി തരൂരാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ഈ ഒരു രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസ്യത ഏറ്റെടുക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു സുവർണ അവസരമായിരുന്നു. ഞങ്ങളുടെ നിലപാട് ഇതാണ്. രാജ്യത്തിൻ്റെ ഒരു വിഷയം വരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ദേശീയതയും അതോടൊപ്പം തന്നെ രാജ്യത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ വേറൊരു വക്താവിനോ പോലും കഴിയാത്ത രീതിയിലാണ് ഞങ്ങളിത് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിന് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാവുന്നതായിരുന്നു. ശശി തരൂരിൻ്റെ യഥാർത്ഥത്തിൽ ഇന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ കോൺഗ്രസ്സിൽ ശശി തരൂരിനോടൊപ്പം ഒരു വിശ്വാസ്യതയും അതേപോലെ തന്നെ ആഗോള ശ്രദ്ധയും ഇന്ത്യക്കകത്ത് ശ്രദ്ധയും കിട്ടുന്ന ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ വന്ന അന്നു മുതൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ചേരാൻ താല്പര്യമുള്ള അന്നു മുതൽ BJP വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ആ ഒരു ഇതിനെയൊക്കെ എതിർത്തിട്ട് അദ്ദേഹം കോൺഗ്രസ് തുടരുകയാണ് ചെയ്തത്. അന്നു മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് BJP ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകപരിചയം, ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള അറിവ്, ചരിത്രപരമായ ബോധം, ഇന്ത്യയുടെ സാംസ്കാരിക ഘടനയെക്കുറിച്ചിട്ടുള്ള ബോധം, ഇതൊക്കെ അദ്ദേഹത്തിന് ഓരോ വിശകലനത്തിലും അദ്ദേഹത്തിനെ സ്വാധീനിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാലി വിട്ടിട്ടുള്ള രാഷ്ട്രീയമല്ല ശശി തരൂരിനെ നയിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നോക്കണം. ലോകരാഷ്ട്ര നേതാക്കളുമായിട്ടൊക്കെ ഇടപഴകി ലോകപരിചയമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വലിയൊരു സാഹിത്യകാരനും അതേപോലെ റൈറ്ററും ഒക്കെയാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പിടി ആ ഒരു വലയത്തിനകത്തല്ല ശശി തരൂർ. പല കാര്യങ്ങളിലും മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു. മോദി എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റായിട്ടുള്ള തീരുമാനങ്ങൾ അത് ശരിയാണെങ്കിൽ ഇയാൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇത് ശരിയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അത് കള്ളമാണെന്നോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് നേരിടണമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ശശി തരൂർ എടുക്കുന്ന ഈ തീരുമാനങ്ങളൊക്കെ തന്നെ ആത്മഹത്യാപരമാണ്. ഇയാൾ കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകാൻ പോവാണ്, BJP ചേരാൻ പോവാണ്, ഇതൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ BJP ചേരുന്നതിൻ്റെ ഒരു സൂചന പോലും ഇല്ല. മാത്രമല്ല BJP ശശി തരൂരിനെ പോലെ ഒരാളെ ഇനി അക്സെപ്റ്റ് ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ടും താൻ പറയുന്നത് തനിക്ക് ബോധ്യമുള്ള സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, കോൺഗ്രസിൽ സത്യസന്ധതയെ അംഗീകരിക്കുന്ന കുറേ ആളുകൾ പിന്തുണയ്ക്കാൻ എത്തില്ലേ? തീർച്ചയായിട്ടും. അതല്ലേ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി PCC കണ്ടു. 1174 1000-ലേറെ വോട്ട് കിട്ടിയ ചെറിയ കാര്യമല്ല. അദ്ദേഹം ജയിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിവൃത്തികേട് കൊണ്ടാണ് AICC നിർവാഹക എടുത്തില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 2 മുന്നണി നയിക്കുന്നത് മോദി വേഴ്സസ് ശശി തരൂർ ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു മാറ്റം. ആലോചിച്ചു. വലിയ ചേഞ്ചസ് വരും. BJPക്ക് ഒരു പക്ഷേയെങ്കിൽ ഒരു നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. കാരണം അനുകൂലമായിരുന്നില്ല അവരുടെ അവസ്ഥ. അതെ, മത്സരം ഉണ്ടായിരുന്നെങ്കിലും വന്നേനെ. BJPക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഒറ്റയ്ക്ക് കിട്ടിയില്ല. അപ്പൊ അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. അത് ഈ ഒരു ഘടകം എടുത്തിരുന്നെങ്കിൽ ശശി തരൂർ വേഴ്സസ് നരേന്ദ്രമോദി. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. കാരണം ഈ സോണിയ എന്ന് പറയുന്ന, രാഹുൽ എന്ന് പറയുന്ന, പ്രിയങ്ക എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ കയ്യിൽ നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ വിഷയം വരുന്നത്. കോൺഗ്രസിന്റെ താല്പര്യം എന്താണ്? രാജ്യത്തിന്റെ താല്പര്യമാണോ? രാജ്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യമാണോ? അതോ രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വാദ്രയുടെയും
കുടുംബ താല്പര്യമാണോ? താല്പര്യമാണ്. ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്ന സംഗതി. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ചാൽ ഇന്ത്യയെ പോലുള്ളൊരു ഇത്രയും മഹത്തായ പാരമ്പര്യമുള്ള ലോകത്തിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ പോലെ അഹിംസയെ മുന്നോട്ട് വെച്ചിട്ട് സൂര്യനെ സ്ഥാപിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനെ തുരത്തി ഒരു ദേശീയ പ്രസ്ഥാനം നയിച്ച ഇത്രയും പാരമ്പര്യവും ചരിത്രവുമുള്ള ആ സാംസ്കാരിക സമ്പന്നതയും ഒക്കെയുള്ള ഒരു രാജ്യത്തിന് അതിൻ്റെ ഈ ഇന്നത്തെ വർത്തമാന ഇന്ത്യയുടെ ഭാഗധേയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച കോൺഗ്രസിൻ്റെ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഖാർഗെയാണ്. യഥാർത്ഥത്തിൽ അധ്യക്ഷൻ ഖാർഗെയാണോ? അല്ല. കളിപ്പാവയെ പോലെ പണ്ട് മൻമോഹൻ സിംഗിനെ കൊണ്ടുപോയത് അത്രേ ഉള്ളൂ. ഇതൊരു പാവയെ പോലെ വെച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തന്നെ. എന്നിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് മുഖ്യ ഉപദേഷ്ടാൻ ആരാണ്? കെ.സി. വേണുഗോപാൽ. അതെ. അപ്പൊ കെ.സി. വേണുഗോപാലിന്റെ സർഗാത്മക ശേഷിയും ചരിത്രബോധവും ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണയും രാഷ്ട്രീയ ബോധവും ഒക്കെയാണ് ഇന്നിപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തിലൂടെ പ്രകടമാകുന്നത്. ശശി തരൂരായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ശശി തരൂരിന് ഈ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പ് കളി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് മറ്റേ ആൾ ഇങ്ങനെ ചെയ്തു, ഇന്നത്തെ വീട്ടിൽ ഇന്നത് കൂടി അവനെ ഇന്നത് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു രീതിയിലാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോകുന്നത്. അത്ര ഒരു വിഷയങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അദ്ദേഹത്തിന് ഒരുപാട് ഏത് വിഷയങ്ങളാണോ അത്, ആർട്ടാണെങ്കിൽ ആർട്ട്, കൊച്ചു കുട്ടികളടുത്ത് സംവദിക്കുന്ന കാണണം അദ്ദേഹം. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് 5 മിനിറ്റ് ഇന്ന് കോൺഗ്രസ്സിലുള്ള പലർക്കും ഒരു കാഷ്വൽ ടോക്ക് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ത്രാണിയില്ല എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോഴുള്ള വിഷയം അതാണ്. ഇപ്പോൾ ശശി തരൂരായിട്ട് ഒരു 2 മണിക്കൂർ പോയിരുന്ന് സംസാരിക്കുക, സൗഹൃദം. നമ്മുടെ നേതാക്കന്മാർക്ക് എന്തായിരിക്കും സംസാരിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ചരിത്രത്തിലേക്ക് ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് സംസാരിക്കാൻ പറ്റൂ, സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ അറിയുന്ന നമ്മുടെ എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസിനകത്ത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ ഇന്ന് ശശി തരൂരിൻ്റെ ഒപ്പം കോൺഗ്രസ് നിന്നിരുന്നു എങ്കിൽ, ബുദ്ധിപരമായ ഒരു നേതൃത്വമായിരുന്നുവെങ്കിൽ ശശി തരൂരിനെ വെട്ടണമായിരുന്നെങ്കിൽ പോലും ശശി തരൂരിനെ, കാരണം ഒരു വിശ്വാസ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വ്യക്തിക്കോ നിലനിൽപ്പുണ്ടോ? ഇല്ല. കോൺഗ്രസിൻ്റെ വിശ്വാസ്യത പോയി. മറിച്ച് ശശി തരൂർ ഒരു നിലപാടെടുത്തു, അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്, അത് ജനത്തിൻ്റെ അംഗീകാരം കിട്ടും. അപ്പോൾ നാളെ ഒരു വിഷയം വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിനും കോൺഗ്രസ് പറയുന്നതിനും വിലയുണ്ടാവും. ഇതിലൂടെയാണ് രാഷ്ട്രീയവും അതേപോലെ ആൾക്കാരുടെ ചിന്താഗതിയും ഒരു പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും സ്വാധീനവും ഒക്കെ ജനങ്ങളിലേക്ക് വരുന്നത്. അത് മുഴുവൻ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ശശി തരൂരിൻ്റെ ഈ ഒരു നിലപാടുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയോ ബഹളമോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. നമുക്ക് മാത്രമല്ല, ഇന്ത്യയെ പോലൊരു രാജ്യത്തിൽ വെറും വിരോധം കൊണ്ട് മാത്രം രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെയും കൂടെ ഒരു സൂചനയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.